ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണേ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം. ഇത് ഇന്നും നാളെയും വരാനിരിക്കുന്ന വിശേഷമല്ല, ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഇന്നത്തെയും നാളത്തെയൊക്കെ വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പം അതാണ് കാണാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആ ചാനലിൽ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ ദേവയാനി നയനിയെ മനസ്സിൽ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുകയാണ്. പക്ഷേ വേറെ ആർക്കും അറിയില്ലല്ലോ സത്യങ്ങളൊന്നും നമ്മുടെ ദേവയാനി അറിഞ്ഞു എന്ന്. ഏതായാലും അനാമികയ്ക്ക് ഇത് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. അനാമിക രണ്ടും കെട്ട് വീണ്ടും വിളിച്ച് രേവതിനെ ഇങ്ങനെ ശല്യം ചെയ്യുകയാണ്. അമ്മേ, ഞാൻ മടുത്തമ്മേ, എനിക്കിത് കണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എത്ര നാൾ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്ന എനിക്കറിയില്ല. അതുപോലെയാ ഞാനുണ്ടല്ലോ എന്തൊക്കെ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നതെന്നറിയാമോ. ഒരു പണിയൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ അടുക്കളയിൽ കയറേണ്ട അവസ്ഥയാ, തുണി കഴുകേണ്ട അവസ്ഥയാ, അതുപോലെ അടിച്ചു വാരുക, ഇവിടെയുള്ള സകല പണിയും എന്നെ കൊണ്ട് ആ മുതുക്കി തള്ളയില്ലേ ദേവയാനി പോലും. എന്തൊരു സ്നേഹമായിരുന്നു എന്നോട്. ആ തള്ള എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുക. എന്നിട്ട് നൈസിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും എൻ്റെ മരുമകൾ നീയാണെന്ന്. അതൊക്കെ വെറുതെയാണമ്മേ. ആ നയനയെ കൊണ്ട് ഒരു പണി എടുപ്പിക്കുന്നില്ല. അവൾ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് ഇഷ്ടമല്ല, അനാമിക മോൾ ഉണ്ടാക്കിയ ഭക്ഷണമാണ് എനിക്ക് ഇഷ്ടമെന്നും പറഞ്ഞ് എന്നെ ഇവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുക. അമ്മേ, ഞാൻ അങ്ങോട്ട് വരാൻ പോവാ അമ്മേ, മതിയായി, എനിക്കെല്ലാം മതിയായി. അയ്യോ മോളെ അങ്ങനെ പറയരുത്. മോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ വിചാരിച്ച കാര്യം ഒന്നും നടക്കാൻ പോകുന്നില്ല. മോള് പതിയെ പണിയൊക്കെ ചെയ്ത് പഠിക്ക്. മോക്ക് അറിയത്തില്ലെങ്കിലും മോളൊരു കാര്യം ചെയ്യേ, ഹെൽപ്പിനെങ്കിലും അവരുടെ കൂടെ ഒന്ന് നിൽക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെടാതെ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. ഇത്രയും നാളത്തെ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലായതാ. അതുകൊണ്ട് മോള് അതെങ്കിലും കുറച്ച് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണെങ്കിലും കുറച്ച് പണമെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ആ അനന്തപുരി തറവാട്ടിന്റെ ഒരു 1/4 ഭാഗം കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, 1/4 ഭാഗം മതി നമുക്ക്. അതും കൂടെ നമുക്ക് കിട്ടാതെ വന്നാൽ നമ്മുടെ കടങ്ങളൊന്നും തീരില്ല. അതുമല്ല, കടം തീർന്നിട്ട് എവിടെയെങ്കിലും നല്ലൊരു വീട് മേടിക്കണ്ടേ. മോളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അത് കഴിഞ്ഞിട്ട് നീ ബന്ധങ്ങളും ഒന്നും നോക്കണ്ട. നീ അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങ് പോരെ, നമുക്കൊരു പുതിയ ബന്ധം തേടി പോകാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അനാമിക വല്ലാത്തൊരവസ്ഥയിലാട്ടോ ഉള്ളത്. ഇതേ സമയമാണ് നമ്മുടെ ആദർശ നയനയും കാണിക്കുന്നത്. അങ്ങനെ ആദർശ നയനയോട് പറയുന്നുണ്ട്, അമ്മ ഇപ്പൊ പറയുന്നില്ലല്ലോ നയനെ, എപ്പോഴും അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതാ കരള് തന്ന പെൺകുട്ടീനെ കണ്ടുപിടിച്ച് തരണം, ആ പെൺകുട്ടീനെ എനിക്ക് കാണണം, ആ പെൺകുട്ടിയോട് സംസാരിക്കണം എന്നൊക്കെ. പക്ഷെ ഇപ്പൊ അമ്മ അത് പറയുന്നില്ലല്ലോ. എനിക്കൊരു സംശയം, ഇനി അമ്മ തന്നെ ഈ കരള് തന്ന പെൺകുട്ടീനെ കണ്ടുപിടിച്ച് കാണുമോ, നീയാണെന്ന് അറിഞ്ഞു കാണുമോ? ഏയ് ഇല്ലാതെ ചേട്ടാ, ഒരിക്കലും അത് ഞാനാണെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴും അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തന്നെയാണ്. അത് സ്വഭാവത്തിൽ നമുക്കറിയാലോ. കാരണം വേറൊന്നും അല്ല കേട്ടോ, എന്നെ കൊണ്ട് ജോലി എടുപ്പിക്കാത്തതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ആദർശേട്ടാ. അത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ വിഷം ചേർക്കുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാ. പിന്നെ ഞാൻ അടുക്കളയിൽ കയറുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ അടുക്കളയിൽ കയറുന്നത് കൊണ്ടാണല്ലോ മുത്തശ്ശിക്കും മുത്തശ്ശനും ഒക്കെ എന്നോട് സ്നേഹമുള്ളത്. ഈ പറയുന്ന ആദർശേട്ടനും അതുപോലെ ആദർശേട്ടൻ്റെ അച്ഛനൊക്കെ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ അടുക്കളയിൽ കയറുകയും ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യം നോക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണല്ലോ. അപ്പം എന്നെ സ്നേഹിക്കാതെ അമ്മ എന്നെ സ്നേഹിക്കണം. അതുകൊണ്ട് അമ്മ എൻ്റെ അവകാശങ്ങളെല്ലാം പിടിച്ചു പറിച്ച് അമ്മ തന്നെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ സുഖിക്കട്ടെ, എൻ്റെ നയനമോൾക്ക് പണിയൊന്നും ചെയ്യണ്ട, എൻ്റെ നയനമോള് പാവമല്ലേ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ല എന്നോട് ഒരിക്കലും അമ്മയ്ക്ക് സ്നേഹം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അമ്മയുടെ വർത്താനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുമ്പം, ഹേയ് അങ്ങനെയൊന്നും നീ പറയണ്ട എൻ്റെ അമ്മയെക്കുറിച്ച്. അമ്മയ്ക്ക് സ്നേഹമില്ല എന്നൊന്നും പറയണ്ട. അമ്മയ്ക്ക് സ്നേഹമുണ്ട്, മനസ്സിൽ നിന്നോട് സ്നേഹമുണ്ട്, അതെനിക്ക് ഉറപ്പാ. ഇല്ലെങ്കിൽ അമ്മ ക്ഷമിച്ചും സഹിച്ചും ഒന്നും ഒരാളെ ഇത്രയും ദിവസം ഈ വീട്ടിൽ നിർത്തുകയും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം നയന. അതുകൊണ്ട് അമ്മയ്ക്ക് നിന്നോട് സ്നേഹമുണ്ട് മനസ്സിലെന്ന് പറയുമ്പോൾ ആദർശേട്ടൻ്റെ വിശ്വാസം അതാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ എന്നോടമ്മയ്ക്ക് സ്നേഹമില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് പകയും വൈരാഗ്യം ഒന്നുമില്ല. ഞാൻ അമ്മയെ ഇപ്പോഴും പണ്ടത്തെക്കാൾ ഏറെ സ്നേഹിക്കുന്നുണ്ട്. അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോഴേ സത്യമായിട്ടും എനിക്ക് അമ്മയോടുള്ള സ്നേഹം കൂടി വരിക. അല്ലാതെ അതിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതോർത്ത് ആദർശേട്ടൻ വിഷമിക്കേണ്ട കേട്ടോ. ഇനി ആദർശേട്ടനൊരു പേടി കാണൂലേ ഞാൻ അമ്മയെ സ്നേഹിക്കാതിരിക്കുമെന്ന്? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ അമ്മയെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ
ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് നല്ല മനസ്സാ, നല്ല മനസ്സിൻ്റെ ഉടമയാ ആദർശേട്ടൻ്റെ അമ്മ. ഇവിടെയുള്ളവരുടെ എല്ലാ സ്നേഹം എന്നിലേക്ക് വന്നപ്പോൾ അത് സഹിക്കാൻ കഴിഞ്ഞില്ല, അത് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് പറ്റിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, അത് പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണോ? ഓ, എങ്കിൽ പിന്നെ അത് നമുക്ക് വലിയൊരു ആഘോഷം തന്നെ ആക്കി തീർക്കണം. അതങ്ങനെ തന്നെയാ, എല്ലാ കൊല്ലവും അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്, ഈ കൊല്ലവും അതുപോലെ തന്നെ ആഘോഷിക്കണം. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കട്ടെ? ആ, നയനെ നീയോ? ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാം. എന്നെ കൊണ്ട് ഒതുങ്ങുന്ന ഒരു ഗിഫ്റ്റ്, കൊക്കിൽ ഒതുങ്ങുന്നത് കൊക്കി ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തെന്ന് ഓർത്ത് കുഴപ്പമുണ്ടോ? അമ്മ ഇത് സ്വീകരിക്കാതിരിക്കുവാണെങ്കിൽ ഓക്കെ, സ്വീകരിക്കേണ്ട, ഞാൻ എല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ആ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. ആദർശേട്ടൻ കൊടുക്കരുത് എന്ന് പറയരുത്. സ്വർണമോ അല്ലെങ്കിൽ പിന്നെ ഡയമണ്ടോ ഒന്നുമല്ല ഞാൻ കൊടുക്കണത്. ഞാൻ അമ്മയ്ക്ക് ഒരു സാരി എടുത്ത് കൊടുക്കട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക്, സാരിയോ? അമ്മയ്ക്ക് ഒരുപാട് സാരിയൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ജ്വല്ലറിയിൽ നിന്ന് ഒരു ഡയമണ്ട് നെക്ലേസ് എടുത്തോണ്ട് വരാം, അത് നീ സമ്മാനമായിട്ട് കൊടുക്ക. അയ്യോ വേണ്ട, ഞാൻ അധ്വാനിച്ചതിൽ നിന്ന്, എന്റെ സമ്പാദ്യത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കണം. അതെന്റെ മനസ്സിൽ തോന്നുന്നത് സാരി തന്നെയാണ്, ഞാൻ അത് മേടിച്ചു കൊടുത്തോളാം. അമ്മയ്ക്ക് സാരി ഒരുപാട് ഇഷ്ടമാണല്ലോ, ഇഷ്ടമല്ലാതെയൊന്നും അല്ലല്ലോ. അല്ല, ഇനിയിപ്പം നീ സാരി കൊടുത്തെന്നും പറഞ്ഞ് അതൊരു കുറവായി പോകുമോ? ഞാൻ സാരി കൊടുത്തെന്ന് പറഞ്ഞ് കുറവായി പോകുകയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അപ്പൊ എന്ത് പറഞ്ഞാലും ഞാനതങ്ങ് സഹിച്ചോളാം, അത് പ്രതീക്ഷിച്ചിട്ട് ഞാൻ സാരി കൊടുത്താൽ പോരെ എന്നും പറഞ്ഞ് നമ്മുടെ നയന ഒരു സാരി മേടിക്കുകയാണ് കേട്ടോ. അങ്ങനെ സാരി മേടിച്ചു. അങ്ങനെ രാവിലെ പിറന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ മേടിച്ചു കൂട്ടിയിരിക്കുന്നു നമ്മുടെ ദേവയാനിക്ക് കൊടുക്കാനായിട്ട്. അപ്പം ദേവയാനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എല്ലാവരും വരുന്നു. അപ്പൊ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ രാവിലെ വരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് അതിനു മുമ്പായിട്ട് തന്നെ ദേവയാനി അമ്പലത്തിൽ പോയിട്ട് വരികയാണ്. ഒരു അടിപൊളി സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ദേവയാനി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും തന്നെ എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയാണ്. നമ്മുടെ നയന ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, നയന മാറി നിൽക്കുന്നു. അപ്പൊ ആദർശ് പറഞ്ഞു, നയനെ നിന്റെ ഗിഫ്റ്റ് എന്തിയെ, നീ എന്താ ഗിഫ്റ്റ് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നയന ആദർശേട്ടൻ വെപ്രാളപ്പെടാതിരിക്കുക എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നയനയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, എന്നത്തെക്കാളും കൂടുതൽ ഭയങ്കര സന്തോഷം. അപ്പൊ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ അനാമിക ആണെങ്കിൽ വലിയൊരു ഡയമണ്ട് നെക്ലേസ് ഒക്കെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. എന്തിനാണ്, സോപ്പിടാനാണ് കേട്ടോ. അതിന് ഡയമണ്ട് ആണോ അതോ മുക്കുപണ്ടമാണോ, അതിനിപ്പോ വേറെ എന്തെങ്കിലും ആണോ, അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ ഈ അനാമികയുടെ ഗിഫ്റ്റ് കണ്ടപ്പോഴത്തേക്കും ജാനകി, അയ്യോ ഇത് എത്ര നല്ല ഗിഫ്റ്റാ, ഇതെന്താ മോളെ ഡയമണ്ട് നെക്ലേസോ? ഇത് എന്റെ ഇടത്തേക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടും കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഡയമണ്ട് നെക്ലേസ് ഒന്ന് നോക്കി കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ദേവയാനി അത് നോക്കി അതവിടെ വെച്ചു. അപ്പോഴത്തേക്കുമാണ് അനാമിക, അല്ല വല്യമ്മയുടെ മരുമകൾ വല്യമ്മയ്ക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലേ? വല്യമ്മയുടെ മരുമകള് വല്യമ്മയ്ക്ക് ഡയമണ്ട് നെക്ലേസോ സ്വർണമോ എന്താ ഗിഫ്റ്റ് തന്നത്? അപ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ആദർശ് നയനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, വേണ്ട, നീ ആ സാരി കൊടുക്കണ്ട കേട്ടോ എന്നിങ്ങനെ പതുക്കെ പോയി പറഞ്ഞപ്പോഴത്തേക്കും ആദർശേട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ദേവയാനി പറഞ്ഞത്, എനിക്കുള്ള ഗിഫ്റ്റ് അവൾ ഇന്നലെ രാത്രി തന്നെ എനിക്ക് കൊണ്ടു തന്നു. അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. രാത്രിയോ? അപ്പം എന്നെക്കാളും മുമ്പ് അവള് ഗിഫ്റ്റ് കൊടുത്തോ? എന്റെ ഈശ്വര, എന്ത് ഗിഫ്റ്റ് ആയിരിക്കും കൊടുത്തത് എന്നിങ്ങനെ അനാമിക പെട്ടെന്ന് മനസ്സിൽ ഓർത്ത് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ദേവയാനി പറയാണ്, ഞാൻ ഈ ഉടുത്തേക്കുന്ന സാരി ഉണ്ടല്ലോ, ഈ സാരി എൻ്റെ മരുമകള് എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്, പിറന്നാൾ സമ്മാനമായിട്ട്. അത് ഉടുത്തോണ്ടാണ് ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ പോയത്. ഇത് കേട്ടത് മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ആദർശനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പൊ ആദർശാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കണം. അപ്പോഴത്തേക്കും ആദർശിന്റെ അടുത്തേക്ക് നമ്മുടെ ദേവയാനി വന്നിട്ട്, എങ്ങനെയുണ്ട് നിന്റെ ഭാര്യ മേടിച്ചു തന്ന ഈ സാരി? എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ? അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അമ്മേ. അപ്പോഴത്തേക്കും ആണെങ്കിലും അനാമിക അവിടെ നിന്ന്, ഒരു സാരി ആണോ അമ്മായിയമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്? ഇതിപ്പം 1000 500 രൂപ വിലയുള്ള എന്തെങ്കിലും സാരി ആയിരിക്കും, അല്ലാതെ അതിനുള്ള പോങ്ങും പാങ്ങൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, അതെ 1000 500 രൂപ വിലയുള്ള സാരിയാണ്. അതിന് എത്ര വിലയുണ്ടോ എന്നല്ല ഞാൻ നോക്കിയത്, എന്റെ അമ്മായിയമ്മ അത് ഉടുത്തിട്ടുണ്ടോ എന്നാ ഞാൻ നോക്കിയത്. എന്റെ അമ്മായിയമ്മ അത് ഉടുത്തല്ലോ, അപ്പൊ എന്റെ അമ്മായിയമ്മ ആ ഗിഫ്റ്റ് സ്വീകരിച്ചു കഴിഞ്ഞു, ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട എന്ന് നയന നിന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ആ സാരി കണ്ടപ്പോഴത്തേക്കും നവ്യ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ അടിപൊളി സാരിയാണല്ലോ, നല്ല രസമുണ്ട് കേട്ടോ, ഇതില്
എൻ്റെ അമ്മായിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വയസ്സ് കുറഞ്ഞിരിപ്പുണ്ട്. ഒരു അടിപൊളി സാരി തന്നെയാ. അല്ലെങ്കിൽ നയനയ്ക്ക് പണ്ട് മുതലേ നല്ല സെലക്ഷൻ ബോധമാ. എനിക്കുള്ള സാരികളും ഡ്രസ്സുകളും എല്ലാം ഇവളായിരുന്നു സെലക്ട് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പം ജാനകി പറഞ്ഞു, എന്താണെങ്കിലും സ്വർണവും ഡയമണ്ടൊന്നും അല്ലല്ലോ, എൻ്റെ മരുമകള് ഡയമണ്ട് നെക്ലേസാ കൊടുത്തത്, അത്രയ്ക്കൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മുത്തച്ഛൻ പറയാണ്, ജാനകി, സ്വത്തിലോ അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടുന്നതിന്റെ തൂക്കത്തിലോ വലിപ്പത്തിലോ അതിന്റെ പണത്തിലോ ഒന്നും അല്ല കാര്യം. അതിന് എത്രമാത്രം മൂല്യം ഉണ്ടെന്ന് ചിലവർക്ക് ആ പണത്തിന്റെ മൂല്യം അല്ല അവർ നോക്കുന്നത്. അതിന് ചിലവർക്ക് വേണ്ടപ്പെട്ടതായിരിക്കും. അത് എത്രത്തോളം വേണ്ടപ്പെട്ടതായിരിക്കുമെന്ന് അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ജാനകി. നീ വിചാരിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് പണമാണ്, അതുപോലെ സ്വർണമാണ്, ഡയമണ്ട് എന്നാണെന്നൊക്കെ അല്ലേ? പക്ഷെ അങ്ങനെയൊന്നുമല്ല. വേണ്ടപ്പെട്ടവർ തരുന്ന എന്ത് ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അത് എത്രത്തോളം സ്വർണ്ണമുണ്ടോ അതിനേക്കാളും വില മതിക്കുന്നതായിരിക്കും. അതുപോലെയാണ് ഇപ്പം ദേവയാനിക്ക് ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പം ദേവയാനി പറഞ്ഞു, അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ ഇവള് തന്ന ഈ ഗിഫ്റ്റ് ഞാൻ സ്വീകരിച്ചത് ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ഞാൻ സ്വീകരിച്ചത് എന്താണെന്നറിയാമോ? എനിക്ക് എൻ്റെ മകനോടുള്ള ഒരു സ്നേഹം. ഇനിയിപ്പം ഈ ഗിഫ്റ്റ് ഞാൻ സ്വീകരിക്കാതിരുന്നിട്ട് ഇവൾ ഈ വീട് വിട്ടിറങ്ങി പോയി കഴിഞ്ഞാല് ലാസ്റ്റ് ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? എല്ലാവരുടെയും വായിലിരിക്കുന്നത് ഞാൻ തന്നെ കേൾക്കണ്ടേ? അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നയനിക്കൊന്ന് വിഷമായി പോയിട്ടോ. എന്നിട്ട് മനസ്സിൽ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര, ഞാൻ ചെയ്യുന്നത് മഹാപാവമാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ എല്ലാവരും വട്ടം ചുറ്റിച്ചതല്ലേ, അപ്പം ഞാനും എല്ലാവരും ഒന്ന് വട്ടം ചുറ്റിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. ഏതായാലും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. ഉടനെ തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.